ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്പിലെങ്ങും ക്രിസ്മസിൻ്റെ ബഹളങ്ങളാണ്. ഞാനും രാത്രി ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് ജർമ്മനിയിലെ പ്രശസ്തമായ കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്രിസ്മസ് മാർക്കറ്റാണ്. ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു ക്രിസ്മസ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഈ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊളോൺ കത്തീഡ്രലിന് സമീപത്താണ്. ജർമ്മനിയിൽ വരുന്നവരിൽ ഭൂരിഭാഗവും സന്ദർശിക്കുന്ന ഒരു ചർച്ചാണ് ഈ കൊളോൺ കത്തീഡ്രൽ. ക്രിസ്മസ് മാർക്കറ്റ് കാണാനെത്തുന്നവരാരും ഈ ഒരു വൈൻ കുടിക്കാതെ പോവില്ല. ഈ കൊടും തണുപ്പിൽ ഈ ഒരു ഗ്ലാസ് ചൂട് വൈൻ കുടിച്ചാലുള്ള സുഖം പറയാനില്ല. വൈനാണ്. ഇതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഭയങ്കര സുഖമാണ് ഈ തണുപ്പത്ത്. അയ്യോ, നല്ല സുഖം. ആൾക്കാർ ഒത്തിരി ഇവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിന് ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ട് ചൂട് വൈൻ കുടിക്കാതെ പോകുന്നത് ശരിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വന്നിരുന്നു, എങ്കിലും ഇന്നാണ് ഇത് കുടിക്കാൻ പറ്റിയത്. ഇന്നലെ വന്നപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അത് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുടിക്കുകയാണ്. ഭയങ്കര സുഖമാണ് ഇത് കുടിക്കുമ്പോൾ. സോ ഗുഡ്. അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വൈൻ കുടിച്ചു. ഭയങ്കര രസമായിരുന്നു. ഇവിടെ രാത്രി എത്ര മണിയായാലും ആൾക്കാർ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും. നമ്മളെപ്പോലെ വിശാലമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവരല്ല. വിശപ്പിന് എന്തെങ്കിലും കഴിക്കും, അത്ര തന്നെ. ഓഫീസിൽ പോകുന്നവരാണെങ്കിലും വഴിയിൽ കാണുന്ന ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കും. പുറത്തു നിന്നുള്ള ഭക്ഷണത്തിന് അത്രമാത്രം ക്വാളിറ്റി ഉണ്ടേ. ധാരാളം കടകളുണ്ട് ഇവിടെ. എല്ലാ കടകളിലും ഓരോരോ ഐറ്റങ്ങൾ ഇങ്ങനെ വച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സാധനം എടുത്താലും ഒടുക്കത്തെ വിലയാണ്. അവർക്ക് €1 €2 എന്ന് പറഞ്ഞാൽ നിസ്സാരം. നമുക്ക് €1 എന്ന് പറയുമ്പോൾ നാട്ടിലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 89-90 റുപ്പീസ് വരും. ഈ ഒരു വൈൻ ഒരു ഗ്ലാസ്സിന് തന്നെ €8.5 കൊടുത്താണ് ഞാൻ വാങ്ങിയത്. അതിൽ ഈ കുടിച്ച ഗ്ലാസ് തിരിച്ചു കൊടുത്താൽ €3.5 തിരിച്ചു തരും. പക്ഷേ ഇതങ്ങനെ ആരും കൊടുക്കാറില്ല. എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് അതൊരു നിശാനിയായിട്ട് വയ്ക്കും. വീണ്ടും നമുക്ക് വൈൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് കാണിച്ചാൽ മതി, അതിലവർ വൈൻ ഒഴിച്ചു തരും. എക്സ്ട്രാ പിന്നെ ഗ്ലാസിൻ്റെ പൈസ കൊടുക്കേണ്ടതില്ല. അതുപോലെ കഴിക്കാനായിട്ട് ധാരാളം ഐറ്റങ്ങളുണ്ട്. നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഐറ്റങ്ങളാണ്. ഇത് മീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ബ്രെഡ് പോലുള്ള ഐറ്റമാണ്. ഞാനിതൊന്നും കഴിക്കാറില്ല, നോക്കാറില്ല. ഭയങ്കര വിലയാണ് എല്ലാത്തിനും. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ വിൻഡോ ഷോപ്പ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പലതരത്തിലുള്ള ഷൂസുകൾ കണ്ടോ, നിറയെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷൂസുകളാണ്. ഇവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് കുറേ നാൾ ഇടാൻ സാധിക്കും. തുണിയായാലും ചെരുപ്പായാലും ബാഗായാലും എന്തായാലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കടകളിൽ കിട്ടുന്നത്. അതുകൊണ്ട് അതിനൊക്കെ എത്ര വിലയായാലും അവിടെ വാങ്ങാനും ആളുണ്ട്. ജർമ്മൻകാരുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവർ ഒരു സാധനവും ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വയ്ക്കുന്ന നമ്മളെപ്പോലുള്ള സ്വഭാവക്കാരല്ല. നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അത് ഇരിക്കുന്ന സാധനമെല്ലാം ഇരിക്കും. പൊട്ടിപ്പോകുന്നതേ പൊട്ടിപ്പോവുകയുള്ളൂ. പക്ഷേ ജർമ്മൻകാരങ്ങനെയില്ല. അവർ ഓരോ സീസണിലും അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മാറ്റും. തണുപ്പ് സമയമായാൽ ചൂട് സമയത്ത് ഉപയോഗിച്ചിരുന്ന സകല വസ്ത്രങ്ങളും എന്തൊക്കെ പാത്രങ്ങളുണ്ടോ അങ്ങനെയുള്ള പാത്രങ്ങൾ വരെ അവർ കൊണ്ടുവന്ന് റോഡിൽ വയ്ക്കും. അതുപോലെ ഫർണിച്ചർ, ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ്, ഇതൊന്നും അവർക്ക് ഇത് വേണ്ടെന്ന് തോന്നിയാൽ അവർ കൊണ്ടുവന്ന് റോഡിൽ വയ്ക്കും. ആവശ്യക്കാർ വന്നത് എടുത്തുകൊണ്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് തോന്നാം, അയ്യേ അവരിങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആൾക്കാർ പാവങ്ങളല്ലേ, ഭിക്ഷക്കാരല്ലേ എന്നൊക്കെ. പക്ഷേ അങ്ങനെയില്ല. BMW പോലുള്ള കാറിൽ വന്ന് അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടെങ്കിൽ അവരതെടുത്ത് കൊണ്ടുപോകും. അതിലവർക്ക് ഒരു നാണക്കേടുമില്ല. അതുമാത്രമല്ല, ഈ കളയുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും മറ്റ് സാധനങ്ങളും ആയിരിക്കും. അല്ലാതെ കീറിയതോ അല്ലെങ്കിൽ പൊട്ടിയതോ വേണ്ടാത്തതോ ഒന്നുമല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യും.
ഇപ്പോൾ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളായാലും ഷൂസ്, ബാഗ്, ചെരുപ്പ് ഇങ്ങനെയുള്ളതെല്ലാം കണ്ടിട്ടുണ്ട് റോഡ് സൈഡിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. കളിപ്പാട്ടങ്ങൾ, സൈക്കിൾ എന്ന് വേണ്ട എന്ത് വീട്ടിൽ വേണ്ടാന്ന് തോന്നിയാലും അവരത് ഉപേക്ഷിക്കും. അതുകൊണ്ടൊരു നേട്ടമുള്ളത് വീടെപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണ്. ഞാൻ അങ്ങനെയല്ല എന്തായാലും. ഞാൻ ഈ പഴയ ജാമ്പവാൻ്റെ കാലത്തുള്ള സാധനങ്ങൾ വരെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ഒരു സാധനവും എടുത്ത് കളയാൻ തോന്നുകയില്ല. വിചാരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന്. ഒരു കണക്കിനത് ശരിയാണ്. പിന്നെ നമുക്ക് പുതുതായിട്ട് ഒന്നും വാങ്ങാനുള്ള പണവും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ മാർക്കറ്റിൽ ധാരാളം ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഓരോരോ സാധനങ്ങൾ വാങ്ങുകയാണ്. നമ്മൾ പുറത്തെ കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിൻ്റെ വിലയേക്കാൾ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ക്രിസ്മസ് മാർക്കറ്റിലും ഫെസ്റ്റിവലുകളിലും ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ആവശ്യക്കാർ അത് പൈസ ഒന്നും നോക്കുകയില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർ വാങ്ങും. പിന്നെ ഇതെല്ലാം കൂടുതലായിട്ട് വില്ലേജേഴ്സ് ആണ് കൊണ്ടുവരുന്നത്, അവിടെ ഉണ്ടാക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ. ഞാൻ അങ്ങനെ കറങ്ങി ഇപ്പോൾ 2 മണിക്കൂറോളമായി. ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് 2 ബസ് കയറി വേണം വീട്ടിലെത്താൻ വേണ്ടി. ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ട് ബസ് യാത്ര. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.